ഭൂരിഭാഗം പേരും രാത്രി ഉറക്കമളച്ചും കഷ്ടപ്പെട്ടും പഠിച്ച് മാർക്ക് വാങ്ങുന്നത് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ പഠിച്ചു വാങ്ങിയ ജോലികളിലൊന്നും നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർ സന്തോഷവാന്മാരല്ല എന്നതാണ് പഠനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട്? മികച്ച വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിട്ടും നിരാശ ബാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ജോലി ലഭിച്ചിട്ടും ജീവിത സാഹചര്യങ്ങൾ മികച്ചതാകാത്തതാണ് ഇതിന് കാരണം. തൊഴിലിടത്തിൽ നേരിടുന്ന അനുഭവങ്ങൾ ജീവിതത്തിന്റെ ആകെയുള്ള നിലവാരത്തെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജീവനക്കാരിൽ 86% തൊഴിലിടത്തിൽ പോരാടുകയോ അങ്ങേയറ്റം കഷ്ടപ്പെടുകയോ ചെയ്യുന്നവരാണ് എന്നതാണ് പഠനം പറയുന്നത്. ആഗോളതലത്തിൽ ജീവനക്കാരുടെ മാനസികാരോഗ്യവും ക്ഷേമവും പരിശോധിക്കുന്ന ഗാലപ്പ് 2024 സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ വർക്ക് പ്ലേസ് റിപ്പോർട്ടിലാണ് ഇന്ത്യയിലെ ടോക്സിക് ജോലി സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉള്ളത്. ജീവനക്കാരുടെ തൊഴിലിടത്തിലെ സാഹചര്യങ്ങളെ അഭിവൃദ്ധിക്ക് സഹായിക്കുന്നത്, പോരാടേണ്ടി വരുന്നത്, കഷ്ടപ്പാടുകൾ നിറഞ്ഞത്, ഇങ്ങനെ 3 തരം തിരിച്ചിട്ടുണ്ട് അമേരിക്കൻ അനലിറ്റിക്സ് കമ്പനിയായ ഗാലപ്പ് നടത്തിയ പഠനത്തിൽ. ഈ സർവേയിൽ രാജ്യത്തെ 86% ജീവനക്കാരും പറയുന്നത് തങ്ങളുടെ തൊഴിലിടം പോരാട്ടങ്ങൾ നിറഞ്ഞതോ കഷ്ടപ്പാടുകൾ നിറഞ്ഞതോ ആണെന്നാണ്. 14% മാത്രമാണ് അഭിവൃദ്ധിക്ക് ഉതകുന്ന സാഹചര്യമാണ് തങ്ങളുടെ തൊഴിലിടം എന്ന് അംഗീകരിച്ചിട്ടുള്ളത്. അഭിവൃദ്ധി പ്രാപിക്കുന്ന അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നവരുടെ ആഗോളതലത്തിലുള്ള കണക്ക് 34% ആണെന്നിരിക്കെ ഇന്ത്യയിലെ തൊഴിൽ സാഹചര്യങ്ങളുടെ ദയനീയ അവസ്ഥ കൂടിയാണ് ഈ റിപ്പോർട്ടിൽ വെളിവാക്കുന്നത്. വരുന്ന 5 വർഷക്കാലം വളർച്ചയുടേതായിരിക്കുമെന്ന കാഴ്ചപ്പാടോടെ നിലവിലെ ജീവിത സാഹചര്യങ്ങൾക്ക് 7 അതിനു മുകളിലോ റേറ്റിംഗ് നൽകിയവരാണ് ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നിലവിലെ ജീവിത സാഹചര്യത്തിൽ അനിശ്ചിതത്വം ഉള്ളവരും, പ്രതികൂല മനോഭാവം ഉള്ളവരും, സാമ്പത്തികമായി വിഷമിക്കുന്നവരും, സമ്മർദ്ദം അനുഭവിക്കുന്നവരും പോരാടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഭാവിയെപ്പറ്റിയുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് അങ്ങേയറ്റം ദയനീയ സ്ഥിതിയിൽ ജീവിത സാഹചര്യങ്ങൾക്ക് 4 അതിൽ താഴെയോ റേറ്റിംഗ് നൽകിയവരാണ് കഷ്ടപ്പെടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നല്ല ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തത് മുതൽ ഉയർന്ന മാനസിക സമ്മർദ്ദം, വിഷമങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള പരിരക്ഷകൾ പോലും ലഭിക്കാതെയാണ് ഈ വിഭാഗത്തിലുള്ളവർ ജോലി ചെയ്യുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ദക്ഷിണേന്ത്യൻ മേഖലയിൽ വ്യാപകമായി ഈ ട്രെൻഡാണ് കാണപ്പെടുന്നതെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു. ദക്ഷിണേന്ത്യയിലെ ആകെ കണക്കെടുത്താൽ 15% ജീവനക്കാർ മാത്രമാണ് സ്വയം അഭിവൃദ്ധി നേടിയിട്ടുണ്ടെന്ന് കരുതുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തൊഴിലിടത്തിൽ വളർച്ച നേടുന്നവർ 14% മാത്രമാണ്. എങ്കിൽ പോലും ദക്ഷിണേന്ത്യയിലെ ആകെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യ ഈ പട്ടികയിൽ 2ാം സ്ഥാനത്തുണ്ട്. ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന ജീവനക്കാരുള്ള രാജ്യം നേപ്പാളാണ്. 22% ജീവനക്കാരാണ് അഭിവൃദ്ധിയുള്ളതായി സ്വയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഈ മേഖലയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. എന്നാൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരുടെ കണക്കുകളിൽ ഇന്ത്യ ഏറ്റവും പിന്നിലാണ്. 32% ജീവനക്കാർ മാത്രമാണ് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രതികൂല സാഹചര്യമാണെങ്കിലും ഊർജ്ജസ്വലതയോടെ പണിയെടുക്കുന്നവരെയും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 32% ജീവനക്കാരും ഇത്തരത്തിൽ പണിയെടുക്കുന്നവരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാര്യത്തിൽ ആഗോള ശരാശരി 23% മാത്രമാണ്. അതായത് ശമ്പളത്തിന്റെയും മികച്ച ജീവിത നിലവാരത്തിന്റെയും കുറവുണ്ടെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറിയ പങ്ക് ജീവനക്കാരും ആത്മാർത്ഥതയോടെ ജോലിയെടുക്കുന്നവരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു.